കല്യാണപ്പേരയിലൊക്കെ കിട്ടുന്ന ബിരിയാണി ഉണ്ടല്ലോ, ദം ബിരിയാണി, അതും ലഗോൺ കോഴി കൊണ്ട് അത് തിന്നാൻ പൂതിയായിട്ട് ഗ്യാസ്മേൽ വെച്ചാണ്ട് ഒരു ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. സംഭവം നല്ല റിസ്ക് ഉള്ള ബിരിയാണിയാണ്. ഇതുവരെ നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞത് സിമ്പിൾ അല്ലത്, കുറച്ച് റിസ്ക് ഉള്ള ബിരിയാണിയാണ്. റൂമിൽ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഇത് 50-50 ചാൻസ് ആണ് വിജയിക്കാൻ. അപ്പൊ ദം ബിരിയാണിക്ക് താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ കണ്ടാണ്ട് ഇതേപോലെ ഉണ്ടാക്കിക്കോളി. 2 കിലോ ലഗോൺ കോഴിയായിട്ട് നമ്മൾ എടുക്കണേ. 2 കിലോ കോഴിക്ക് 1 കിലോ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, 700 ഗ്രാം തക്കാളി, 50 ഗ്രാം മല്ലിച്ചപ്പ്, 50 ഗ്രാം പുതിന, 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം പച്ചമുളക്, ഇതെല്ലാം പാടെ പേസ്റ്റ് ആക്കിയിട്ട് 2 ഇല്ലി കരുവേപ്പിൻ്റെയും 250 ഗ്രാം തൈര്, 3 ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങയും പിഴിഞ്ഞതും, 1.5 സ്പൂണ് ഗരം മസാല, 3/4 സ്പൂണ് മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂണ് ബിരിയാണി മസാല, ഇതെല്ലാം പാടെ ഇട്ടിട്ട് നന്നായി കുഴച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ 2 കിലോ കഴുകി വെച്ച ലഗോൺ കോഴി ഇട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ 1/2 മണിക്കൂർ നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള 2 കിലോ അരിന്റെ റൈസ് തയ്യാറാക്കി എടുക്കണം. റൈസ് ഏകദേശം തയ്യാറായി എന്ന് കണ്ടാല് നമ്മള് ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിന്റെ മുകളിൽ കനമുള്ള ചട്ടി, ഞാനൊരു ദോശക്കല്ല് വെച്ചാണ്. ദോശക്കല്ല് വെച്ചിട്ട് ആ മസാലന്റെ മുകൾക്ക് 80% കുക്കായ റൈസ് ഇടുകയാണ്. ഈ മസാലയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇതിലുള്ള വെള്ളം തന്നെ ഇട്ട്, ഈ ഉള്ളിന്റെയും ചിക്കന്റെ ഒക്കെ വെള്ളം തന്നെയാണ്. 2 കിലോ ചിക്കൻക്ക് 2 കിലോ റൈസാണ് എടുക്കുന്നത്. റൈസൊക്കെ ഇട്ട് ചെമ്പ് ഫില്ലായി ലേശം RKG ഇതിന്റെ മേലെ ഒഴിച്ചിട്ട് ചെമ്പിന്ന് ഹാവി ഒന്നും പോവാത്ത രീതിയിൽ മൈദപ്പൊടി കുഴച്ചുകൊണ്ട് ഇതിന്റെ മേലെ വെക്കണം. പ്രവാസ ലോകത്ത് നിന്നാണ് ഈ ഒരു ബിരിയാണി വെക്കുന്നത്. കാരണം പ്രവാസ ലോകത്ത് എല്ലാ സെറ്റപ്പിലുള്ള അടങ്ങിയ ചെമ്പ് നമ്മളെ റൂമിലില്ല കേട്ടോ. ഏകദേശം മൈദൊക്കെ സെറ്റാക്കി ചെമ്പിന്റെ മൂടി സംഭവം ഇതിന്റെ മേലെ വെക്കാൻ പരന്നതല്ലാത്തതുകൊണ്ട് ഒരു ജിമ്മിന്റെ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഹാവി ഒന്നും ഒരു തുള്ളി പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഗ്യാസിന്റെ മേലെ ഈ ചെമ്പ് കയറ്റി വെച്ച് മീഡിയം ഫ്ലെയിമിലാട്ടോ ഗ്യാസ് കത്തിച്ചത്. ഇത് ഇനി ഒരിക്കലും തീ കൂട്ടാനോ കുറക്കാനോ നിൽക്കണില്ല. കാരണം ഈ 1.5 മണിക്കൂർ ഇങ്ങനെ തന്നെ വേവണം. 40 മിനിറ്റ് ആയപ്പം ചെമ്പിന്റെ ഹാവി പൊട്ടി. 40 മിനിറ്റ് കൊണ്ട് ഹാവി പൊട്ടി എന്ന് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കാൻ പാടില്ല. ആ ഫ്ലെയിമിൽ തന്നെ അവിടെ വേവണം. അപ്പൊ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ചെമ്പിന്റെ ദമ്മ് പൊട്ടിക്കാണ്. ദമ്മ് പൊട്ടിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ചതും മല്ലിച്ചപ്പൊക്കെ ഇട്ട് ബിസ്മിൻ ചൊല്ലി വേറൊരു ചെമ്പക്ക് നമ്മൾ ചോറ് മാറ്റി കുത്താണ് കേട്ടോ. ഷുഹൈബാണ് ഇന്നത്തെ ബിരിയാണിക്ക് നേതൃത്വം. ഷുഹൈബിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. സംഭവം ചിരട്ടക്കണലിൽ വേവണ്ട ഈ ദം ബിരിയാണി നമ്മൾ ഗ്യാസുമ വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആട്ടോ. പ്രവാസ ലോകത്ത് നിൽക്കുമ്പോഴേ കല്യാണപ്പേരയിലെ ബിരിയാണിയൊക്കെ തിന്നാൻ പൂതിയാവുമ്പം ഇങ്ങനത്തെ ഒന്ന് പരീക്ഷണം നടത്തുക. അപ്പൊ നമ്മളെ പരീക്ഷണം പാളിയിട്ടില്ല. 99.9% വിജയിച്ച്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടോ. ലഗോൺ കോഴി ആവുമ്പോഴേ വെന്തിട്ടാൻ ലേശം ടൈം എടുക്കും, പക്ഷെ നല്ല സോഫ്റ്റ് മീറ്റ് ആയിട്ട് വന്നാണ്. അപ്പൊ ഇന്നൊക്കെ ഇത്ര ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബായ്.